നമസ്കാരം, എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ വീഡിയോസ്, കുണ്ടലിനി വീഡിയോ എല്ലാം ഒരുപാട് റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വെൽത്ത് ക്രിയേഷൻ, അബണ്ടൻസ് ക്രിയേഷൻ, സമൃദ്ധി ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച്. ഈ വെൽത്ത് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഉള്ളിൽ വെൽത്ത് കോൺഷ്യസ്നസ് ഉണ്ടാകണം. എന്താണ് വെൽത്ത് കോൺഷ്യസ്നസ്? ഞാൻ സമൃദ്ധമാണ്, എൻ്റെ ഉള്ളിൽ അഖണ്ഡമായിട്ടുള്ള സമൃദ്ധിയുണ്ട് എന്നുള്ള ബോധം. ഈ ബോധം ഉയർന്നില്ലെങ്കിൽ നമ്മൾ എത്ര വിഷ്വലൈസ് ചെയ്താലും നമുക്കൊരിക്കലും ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലൊരു വിചാരമുണ്ട്, ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു വിചാരമാണ്, പണം ഉണ്ടാക്കുന്നത് എന്തോ തെറ്റാണ്, പണം ഒരു ചീത്തയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റംസ് ആണ് നമ്മുടെ സൊസൈറ്റി, നമ്മളുടെ ഓരോ കൾച്ചറൽ പ്രോഗ്രാമിംഗ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന് കയറിയിട്ടുള്ളത്. നമ്മളൊരു ഒട്ടേറെ പണം സമ്പാദിച്ച ഒരു വ്യക്തിയെ മിക്ക ആൾക്കാരും കുറച്ച് അസൂയയോടെയാണ് നോക്കുന്നത്. അപ്പോൾ അവന് കള്ളപ്പണമാണ് എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. എല്ലാവരും അല്ല, മിക്ക ആൾക്കാരും. അപ്പോൾ ഇത് വെൽത്ത് കോൺഷ്യസ്നസ്, പണം എന്തോ തെറ്റാണ്, പണം ഉണ്ടാക്കുന്നവരെല്ലാം ചീത്തയായിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു ലാക്കിൽ നിന്നാണ്. ലിമിറ്റിംഗ് പ്രോഗ്രാംസ്, പണം ചീത്തയാണെന്നുള്ള ലിമിറ്റിംഗ് പ്രോഗ്രാം ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ഈ പണം വരാൻ വേണ്ടി അത് ചെയ്യുക ഒന്നും വർക്കാവില്ല. വർക്കാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെൽത്ത് കോൺഷ്യസ്നസ് ഉണ്ടാകണം. ഈ വെൽത്ത് കോൺഷ്യസ്നസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വെറുതെ വെൽത്ത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽത്ത് കോൺഷ്യസ് ആവില്ല. എന്ത് പ്രോഗ്രാമിംഗ് നടക്കണമെങ്കിലും നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ബോധതലത്തിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ആ ബോധതലത്തിൽ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് വെൽത്ത് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് നമുക്ക് തന്നെ വിളിക്കാം. എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ കണക്ഷന് വേണ്ടി പല സ്ഥാനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തലയുടെ ഉള്ളിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുക. ഒത്ത നടുക്കായിട്ട് ഒരു ദീപം തെളിച്ച് വെച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. കണ്ണുകൾ അടച്ചിരിക്കാം, ചമ്രം അടിഞ്ഞിരിക്കാം, കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. കിടക്കരുത്, നട്ടിൽ നിവർന്നിരിക്കണം. ഓക്കെ. ഇതിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയൊന്നും ഒരു നിബന്ധനകളും ഇല്ല, ഒരു റൂൾസും ഈ മെഡിറ്റേഷൻ ഇല്ല. ഈ മെഡിറ്റേഷൻ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്യേണ്ട ഒരു മെഡിറ്റേഷനും അല്ല. ഈ മെഡിറ്റേഷൻ മിനിമം 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചെയ്യണം. രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പുമാണ് ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അപ്പോൾ കണ്ണുകൾ അടയ്ക്കുക, ദീർഘശ്വാസം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടെക്നിക്കിന് മുമ്പും ആദ്യം നമ്മൾ ദീർഘശ്വാസം എടുത്ത് മനസ്സിനെ കാമാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മനസ്സ് എപ്പോഴും ഒരു താഴ്ന്ന കോൺഷ്യസ് ലെവലിലായിരിക്കും ഉണ്ടാവുക. അതിനെ ശ്വാസം എടുക്കുമ്പോൾ, അവയർനെസ്സിൽ എടുക്കുമ്പോൾ, അതായത് ദീർഘശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം. ആ വയറിന്റെ ചലനങ്ങളിൽ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് ലെവൽ ഉയരുകയും ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് ബ്രെയിൻ ലെവൽ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ചെറിയൊരു കാംനെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു തലയുടെ ഉള്ളിൽ ഒരു ദീപം തെളിച്ച് വെച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ആ ദീപം തെളിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് അത് യൂണിവേഴ്സും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ പോയിന്റ് ആണ്. ആ ദീപത്തെ നോക്കി നമ്മൾ സങ്കല്പമാണ്, ആ ദീപത്തിൽ നോക്കി നമ്മൾ പറയാം, എനിക്ക് ആ പ്രപഞ്ചനാഥനുമായി, ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സുമായി ഇപ്പോൾ ഈ നിമിഷം കണക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള സങ്കല്പമെടുക്കുക. പറയുകയല്ല, സങ്കല്പം. പറച്ചിൽ തമ്മിൽ വ്യത്യാസം എന്താണ്? സങ്കല്പം നമ്മൾ ആ ഒരു നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഭാവം. സങ്കല്പം ഭാവമാണ്, മറ്റേത് വാക്കാണ്. ഭാവം അതേപോലെ തന്നെ വരും. എന്താണോ നമ്മളുടെ ഭാവം, അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ഫലിക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ, സങ്കല്പത്തിൽ എടുക്കാം, എനിക്ക് ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സുമായി കണക്ട് ചെയ്യണം എന്നുള്ള സങ്കല്പം എടുക്കുക. കുറച്ചു നേരം ആ ദീപത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കണം. ഈ നോക്കിയിരിക്കാൻ ഞാൻ പറയുമ്പോൾ തലയുടെ ഉള്ളിലായതുകൊണ്ട് നിങ്ങൾ കണ്ണിങ്ങനെ മുകളിലേക്ക് നോക്കി അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സങ്കല്പിക്കുക.
മനസ്സിൽ സങ്കല്പിക്കാം. കണ്ണുകളടച്ച ആ തലയുടെ ഉള്ളിൽ നടുക്കായി ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നു. കുറച്ചു നേരം ആ ദീപത്തെ തന്നെ നോക്കി ഇങ്ങനെ ധ്യാനിക്കുക. അതിനുശേഷം ആ കണക്ഷന് വേണ്ടിയുള്ള ആ ഒരു സങ്കല്പം ഇട്ടുകൊടുക്കുക. അതിനുശേഷം അത് പൂർണ്ണമായി നടന്നതിന് ശേഷം നമ്മൾ ഹൃദയത്തിലേക്ക് വരിക. ഹൃദയത്തിലേക്ക് വന്ന് നമ്മളുടെ ഈശ്വരീയ ആ ശക്തിയെ സമൃദ്ധിയായി, ഈശ്വരൻ എന്നാൽ സമൃദ്ധിയുടെ സ്രോതസ്സാണ്, അബണ്ടൻസിന്റെ സ്രോതസ്സാണ്, ധനത്തിന്റെ സ്രോതസ്സാണ്, ഭൗതികവും ആത്മീയവും. ആ ഒരു സങ്കല്പത്തിൽ ഈശ്വരനെ കാണുക. ഈശ്വരനെ നമ്മൾ പല സങ്കല്പത്തിൽ, പല റോൾസിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ? ഇപ്പോൾ നമ്മൾ ഒരാളാണ്, പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മകനാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ അനിയത്തിക്ക് ജ്യേഷ്ഠനാണ്, ഞാൻ ഒരാളാണ്. അപ്പോൾ പല റോൾസിൽ നമുക്ക് കാണുന്നത് പോലെ ഈശ്വരനെ ആ സമൃദ്ധിയുടെ ഉറവിടമായി കാണുക. ആ സമൃദ്ധിയുടെ ഉറവിടമായി കാണുക. കണ്ടതിന് ശേഷം എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സമൃദ്ധിയായി, വെൽത്തായി, ഓരോ കോശങ്ങളിലും നിറയണമേ, എൻ്റെ ജീവിതത്തിൽ നിറയണമേ, എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഭാവത്തിൽ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുക, പറയുക, കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണുക. പറയാം, പ്രാർത്ഥിക്കാം, ആരും കാണത്തില്ല. കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരീയ സാന്നിധ്യം ഒരുപാട് സമൃദ്ധിയായി മാനിഫെസ്റ്റ് ചെയ്യും. നമ്മളുടെ ഓരോ 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 മേഖലകളിലും നമ്മൾ എന്ത് തൊട്ടാലും വിജയിക്കുന്ന രീതിയിൽ സമൃദ്ധിയായി ഈശ്വരീയ സാന്നിധ്യം നിറയുന്നു. ആ നിറച്ചിൽ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ നിറയൽ നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിക്കണം. അത് നമ്മൾ വെറുതെ പറയുക, മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, മൊബൈൽ ഫോണിൽ നോക്കിയിട്ടാണ് മന്ത്രം ചൊല്ലുന്നത്. മന്ത്രം ചൊല്ലിയെന്ന് ചോദിച്ചാൽ ചൊല്ലി, പക്ഷെ എങ്ങനെ ചൊല്ലിയതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള അല്ല ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കുക. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വേസ്റ്റ് എന്നല്ലേ വിളിക്കുന്നത്. അതേപോലെ ഈശ്വരന് കൊടുക്കുന്ന ടൈം, മെഡിറ്റേഷന് കൊടുക്കുന്ന ടൈം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം ഉണ്ടെങ്കിൽ 5-10 അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ ക്വാളിറ്റി ആണെന്ന് നമ്മൾ കരുതുന്ന ഒരു ടൈമാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ ക്വാളിറ്റി ടൈം കൊടുത്താൽ മാത്രമാണ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, സമൃദ്ധിയായിട്ട് ഒഴുകട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അത് കുറച്ചു നേരം കാണുക. നമ്മുടെ ലൈഫിൽ ആ സമൃദ്ധി ഒഴുകി നിറയുന്നത് കാണുക. ഇത് വളരെ ചെറിയൊരു പ്രോസസ്സ് അല്ലേ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാം, 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാം. നമ്മുടെ സങ്കല്പശക്തി എത്ര സ്ട്രോങ് ആണോ അത്രയും നമുക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് മിനിമം 2 നേരമെങ്കിലും ഒരു ദിവസം ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ രാവിലെയും രാത്രിയുമാണ് ഏറ്റവും നല്ല ടൈം. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, അതാണ് ഏറ്റവും മിനിമം 2 തവണ ചെയ്യാം. നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ആ ഒരു ബോധതലയും സമൃദ്ധി, എൻ്റെ അവകാശമാണ് സമൃദ്ധമായിട്ടിരിക്കുക എന്നുള്ളത് എന്നൊരു ബോധ്യം നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു കിട്ടും. അത് ഉറച്ചു കിട്ടിയാൽ പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ തൊടുന്നതെല്ലാം നമുക്ക് ഒരു ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. 21 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ എന്ത് കാര്യവും 21 ദിവസം പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്കൊരു ചേഞ്ച് തന്നെ കാണാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ ഒരാഴ്ച ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെയല്ല. ചിട്ടയായി 21 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് ചെയ്ത് അങ്ങനെ 21 അല്ല, കണ്ടിന്യൂസ് ആയി 21 ദിവസം വിത്തൗട്ട് എ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ റിസൾട്ട് ഉണ്ടാവുക. അവിടെ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം വാട്സാപ്പിൽ.
ഫോൺ ചെയ്യരുത്, കാരണം മീൻസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട്, കാരണം ഫോൺ ചെയ്ത് ഞാൻ ക്ലാസ്സിലായിരിക്കും, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ണടച്ചാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ ബുക്കിൽ പറയുന്നത് പോലെ ചില ആൾക്കാർ കണ്ണടച്ചാണത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.